250ഓളം വൈദികർ വ്യത്യസ്ത വിഷയങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമരരംഗത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാത്തത്? ഈ പ്രശ്നങ്ങൾ ഒരിക്കലും തീരരുതെന്ന ചിലരുടെ ആഗ്രഹം കൊണ്ടാണ്. ഓരോ ദിവസവും ഓരോ പുതിയ തട്ടിപ്പ് നടത്തുന്ന, അതിന്റെ പേരിൽ നിരന്തരം പോലീസ് അന്വേഷിക്കുന്ന ആരൊക്കെയാണ് നമുക്ക് നേതൃത്വം നൽകുന്നതെന്ന്. ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല, ഞങ്ങൾ ശരിയുടെ പക്ഷത്താണ്. 250ഓളം വൈദികർ വ്യത്യസ്ത വിഷയങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമരരംഗത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. തുടക്കത്തിൽ വിശ്വാസികളെ പോലും ബാധിക്കാതിരുന്ന ഈ പ്രശ്നങ്ങൾ ഇന്ന് ചില സമയങ്ങളിലെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളായി വരെ മാറിയിരിക്കുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥല വിൽപ്പനയിൽ തുടങ്ങി കുർബാന വിഷയമായി മാറി ഇപ്പോൾ അതിരൂപതയിലെ കൂരിയ കമ്മിറ്റിയെ മാറ്റുന്നതിൽ വരെ എത്തി നിൽക്കുന്നു വിമത വൈദികർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാത്തത്? സഭാ നേതൃത്വം കൃത്യമായി ഇടപെടാത്തത് കൊണ്ടല്ല, സിനഡ് തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടുമല്ല, മറിച്ച് ഈ പ്രശ്നങ്ങൾ ഒരിക്കലും തീരരുതെന്ന ചിലരുടെ ആഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇതിൽ ചിലരുടെ സാമ്പത്തിക താല്പര്യങ്ങളിൽ കൂടിയാണ്. അതിൽ വൈദികർ എന്നോ സംഘടനാ നേതാക്കളെന്നോ വ്യത്യാസമില്ല. ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വലിപ്പമാണ്. 60 വർഷം പിന്നിടുന്ന തൃക്കാക്കര ഭാരതമാതാ കോളേജ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംഭാവനയാണ്. നഗരഹൃദയത്തിലെ ലിസി ആശുപത്രി, നേത്ര ചികിത്സാ രംഗത്ത് കൂടി ശ്രദ്ധേയമായ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി, മിൽമ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷീര കർഷക സഹകരണ സംഘമായ PDDP, സഹൃദയ സോഷ്യൽ വർക്ക് സൊസൈറ്റി, നൈപുണ്യ സ്കൂളുകൾ, നൈപുണ്യ മാനേജ്മെന്റ് കോളേജുകൾ, ആലുവ ചൂണ്ടിയിലുള്ള ഭാരതമാതാ ലോ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വിവിധ സന്യസ്ത സമൂഹങ്ങൾ സേവന സന്നദ്ധരായി നടത്തുന്ന നൂറുകണക്കിന് അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പ്രസിദ്ധീകരണമായ സത്യദീപം, ആഗോള തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി, തീർത്ഥാടന കേന്ദ്രങ്ങളായ ഇടപ്പള്ളി, കൊരട്ടി, കാഞ്ഞൂർ പള്ളികൾ, 332 ഇടവകളിലായി 6.5 ലക്ഷത്തോളം വിശ്വാസികൾ, എല്ലാ പ്രധാന പള്ളികളോടും ചേർന്നുള്ള എയ്ഡഡ് സ്കൂളുകൾ, ആയിരക്കണക്കിന് അധ്യാപക അനധ്യാപകർ, ഇതെല്ലാം സ്വന്തമായുള്ള കത്തോലിക്ക സഭാ സമൂഹമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ഈ അതിരൂപതയിലെ അംഗങ്ങളോ സുപ്രീം കോടതി ജഡ്ജി മുതൽ ഹൈക്കോടതി ജഡ്ജിമാർ, ലോകമറിയുന്ന സംരംഭകർ, അക്കാദമിക് വിദഗ്ധർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, പ്രശസ്തരായ ഡോക്ടർമാർ, അഭിഭാഷകർ, ആർക്കിടെക്റ്റുകൾ, പ്രൊഫഷണലുകൾ, എഴുത്തുകാർ, പ്രഗത്ഭ മാധ്യമ പ്രവർത്തകർ, സാധാരണക്കാരായ കർഷകർ, കഠിനാധ്വാനികളായ തൊഴിലാളികൾ, അങ്ങനെയൊക്കെയുള്ള ഈ സഭയിൽ കുർബാന തർക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി രണ്ട് പക്ഷം പിടിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് ആരൊക്കെയാണ്? ഓരോ ദിവസവും ഓരോ പുതിയ തട്ടിപ്പ് നടത്തുന്ന, അതിന്റെ പേരിൽ നിരന്തരം പോലീസ് അന്വേഷിക്കുന്ന ഒരു ബിനു ചാക്കോ. വാർത്താ ചാനലുകളിലെ രാത്രി 9 മണി ക്രൈം സ്റ്റോറികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ബിനു ചാക്കോ. വിമത വേഷം നടിച്ച് കോടികൾ കൊയ്യുന്ന വിമത വൈദികരുടെ തട്ടിപ്പ് കഥകൾ പുറത്തുവിടുന്നതിന് മുൻപേ ഔദ്യോഗിക സഭാസ്നേഹിയായ ബിനു ചാക്കോയുടെ പ്രവൃത്തികൾ കാണാം. MBBS സീറ്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോയ്ക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. ഇയാളെ ഇപ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബിനു ചാക്കോ വീണ്ടും അറസ്റ്റിൽ. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ആരൊക്കെയാണ് നമുക്ക് നേതൃത്വം നൽകുന്നതെന്ന്. ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല, ഞങ്ങൾ ശരിയുടെ പക്ഷത്താണ്. കുർബാന തർക്കത്തിന്റെ പേരിൽ സാധാരണ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ഈ ഇരട്ടത്താപ്പുകാരെ രണ്ട് പക്ഷത്തുമുള്ളവരെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. സഭാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തിലിരുന്ന് കോടികൾ വെട്ടിച്ച് നിയമം മറികടന്ന് സ്വജനപക്ഷപാതങ്ങൾ നടത്തിയ ഇരുണ്ട കഥകൾ ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു, തെളിവുകൾ സഹിതം. ഈ പോരാട്ടത്തിൽ പ്രേക്ഷകർക്കും വിവരങ്ങൾ രഹസ്യമായി കൈമാറാം.